ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്ന് ഒരു ഷോർട്ട് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം എൻ്റെ ജോലി, എൻ്റെ കാര്യങ്ങൾ ഒക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് എന്തായാലും അമ്മൂമ്മയോട് ബൈ പറയണം. ഞാൻ ബാംഗ്ലൂർ പോകുന്നതിന് മുമ്പായിട്ട് ഇവിടുന്ന് യാത്ര പറഞ്ഞ് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഞാൻ ഇവിടുന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്കാണ് ഫസ്റ്റ് പോകുന്നത്. അവിടുന്ന് ഞാൻ പിന്നെ നാളെ ബാംഗ്ലൂരേക്ക് യാത്ര തിരിക്കും. ഞാനൊരു ഓൺ റോഡ് ട്രിപ്പാണ് പോകുന്നത്. ഞാൻ ഇവിടുന്ന് കാർ എടുത്ത് പോകാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. കാരണം എനിക്കൊരു ലോങ് ഡ്രൈവ് ഇഷ്ടമാണ്. പിന്നെ എല്ലാവരെയും കൂട്ടി പോകുമ്പോൾ അതിൻ്റെ എക്സ്പെൻസ് നോക്കുന്ന സമയത്ത് ഏറ്റവും ബെറ്റർ കാറാണെന്ന് തോന്നി. അപ്പോൾ നമുക്ക് കാറിൽ തന്നെ യാത്ര പോകാം. എങ്കിൽ നമുക്ക് അമ്മൂമ്മയുടെ റിയാക്ഷൻ പോയി നോക്കിയിട്ട് വരാം. പിന്നെ ഈ ഒരു വ്ളോഗ് ഞാൻ എടുക്കാൻ കാരണം എൻ്റെ കാര്യങ്ങൾ കുറേ ആൾക്കാർ ചോദിച്ചു, ഞാൻ എന്താണ് ഇവിടെ നിൽക്കുന്നത്, പിന്നെ എൻ്റെ ഹസ്ബൻഡ് എവിടെയാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പോളണ്ടിലാണ്. 2022 പോളണ്ടിലേക്ക് പോയത്. അവിടെ പോയി കഴിഞ്ഞിട്ട് ഞാനും ഒരു 1.5 മാസത്തേക്ക് അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ പ്രഗ്നൻസി കാര്യങ്ങളെല്ലാം മുന്നോട്ട് വന്നത്. സോ അതിനുശേഷം ഞാനിവിടെ എൻ്റെ നാട്ടിലാണ് എൻ്റെ ജോലി ഉള്ളത്. പിന്നെ ബാംഗ്ലൂരെ കമ്പനി എനിക്ക് വർക്ക് ഫ്രം ഹോം പുറത്തേക്ക് തരുന്നില്ല. അപ്പോൾ ഞാനത് കൊണ്ട് നാട്ടിൽ തന്നെ സെറ്റിലായി. പിന്നെ ഇവൻച്വലി ചിലപ്പോൾ മൂവ് ഔട്ട് ചെയ്യാനും ചാൻസ് ഉണ്ട്. പക്ഷെ നിലവിൽ ഞാൻ കുറേ നാളിഞ്ഞ് നാട്ടിൽ തന്നെ കാണും. പിന്നെ എൻ്റെ കുഞ്ഞിന് 2 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പോൾ പിറവത്തെ വീട്ടിൽ അവിടെ അമ്മയും അവിടെ ഒരു കെയർ ടേക്കറും ഉണ്ട്. അപ്പം അമ്മയ്ക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, നടക്കുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ആ സമയം എൻ്റെ കുഞ്ഞ് അവിടെ ചെന്ന് ഓടി നടക്കുന്ന പ്രായമാണ്. അപ്പോൾ അതുകൊണ്ട് അമ്മയ്ക്കുള്ള ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാനും കൂടെ ചേർത്താണ് ഞാനിവിടെ നിൽക്കുന്നത്. പിന്നെ ഞങ്ങൾ 2 പേരും എല്ലാ മാസവും 1-2 വട്ടം ഇവിടുന്ന് പിറവത്തിന് പോവും, ഞാനും എൻ്റെ കുഞ്ഞും. പിന്നെ ഇവിടെ നമ്മുടെ കൂടെ ഒരു കുട്ടിയുണ്ട് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീടും പിറവത്താണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ആ സമയം, ഇപ്പോൾ എനിക്കൊരു ലോങ് ലീവൊക്കെ വരുന്ന സമയം നമ്മൾ അങ്ങോട്ട് പോകും. അവിടെ നിന്ന് പിന്നെ ക്രിസ്മസ് ആയാലും അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ അവിടെ പോയി നിന്നിട്ട് തിരിച്ചു വരും. അപ്പം നിലവിൽ ഞാനിപ്പോൾ കോട്ടയത്തല്ലേ ഉള്ളത്. അപ്പോൾ കോട്ടയത്തുനിന്ന് എനിക്കിപ്പം രാവിലെ ഒരു ലോങ് ഡ്രൈവ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എറണാകുളം വരെയും കൂടെ ഞാൻ ഓടിക്കണം. അപ്പോൾ എന്തായാലും ഇന്ന് എൻ്റെ ജോലി തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് പിറവത്തെത്തണം. അപ്പോൾ പിറവത്തുനിന്ന് നാളെ രാവിലെ ഞങ്ങൾ ബാംഗ്ലൂരേക്ക് തിരിക്കും. അമ്മൂമ്മേ, ഇല്ല ഞാനിന്ന് പോവുക കേട്ടോ. ബാംഗ്ലൂർ ഇന്ന് നാളെ പോവല്ലേ അവിടുന്ന്. ഇന്ന് പിറവത്തിന് പോവുക. അതിപ്പോ ഞാൻ ഒരാഴ്ച തിരിച്ചു വരും അമ്മൂമ്മേ. ഷോ, ഞാൻ യാത്ര പോകുമ്പോ അമ്മൂമ്മ ഇങ്ങനെ പറയല്ലേ. അമ്മൂമ്മ ഞാൻ പോയിട്ട് വരും, തിരിച്ചു വരും. എനിക്ക് നിന്നെ കാണാമല്ലോ. കാണും അമ്മൂമ്മേ. അയ്യോ അമ്മൂമ്മ ഇങ്ങനെ പറയല്ലേ. ഞാൻ യാത്ര പോയിട്ട് തിരിച്ചു വരും കേട്ടോ. കരയൊന്നും ചെയ്യല്ലേ. ഒരു കുഴപ്പമില്ല. അടുത്ത ആഴ്ച നമ്മൾ വന്ന് അടിച്ചു പൊളിക്കും. പോയിട്ട് പെട്ടെന്ന് വരും. പോയിട്ട് ഒരാഴ്ച തിരിച്ചു വരും. ഞാൻ കഴിച്ചിട്ട് പൊക്കോളാം. എനിക്ക് രാവിലെ 12:30 ജോലി ഉള്ളതുകൊണ്ട് അതിന് മുമ്പ് അവിടെ ചെല്ലണം. ഇന്ന് എനിക്ക് ജോലിയുണ്ട്, വീട്ടിൽ ചെല്ലണം പിറവത്ത്. അവിടുന്ന് നാളെയാ പോകുന്നത്. അപ്പൊ ഇനിയിപ്പോ ഒരാഴ്ചത്തേക്ക് അവിടെ ബാംഗ്ലൂരൊക്കെ പോയിട്ട് വരാം. അമ്മുമ്മേ അങ്ങനെ പറയില്ല. അമ്മുമ്മ ഇവിടെയല്ലേ കിടക്കുന്നത്, ഞാനാ യാത്ര പോകുന്നത് കാറയില്. അപ്പോൾ അമ്മുമ്മ പ്രാർത്ഥിക്കണം. അടുത്ത ആഴ്ച തിരിച്ചു വരും. അടുത്ത ശനിയാഴ്ച വരാം. അടുത്ത വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ ആയിട്ട് തിരിച്ചു വരും കേട്ടോ. പിന്നെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞേക്കാം അടിപൊളിയായിട്ട് ഇരിക്കുന്നതെന്ന്. കരയുവോ? കരയുന്ന എന്തിനാ കരയുന്നേ? എന്റെ കൂട്ടുകാരോടെല്ലാം പറഞ്ഞേക്കാം കേട്ടോ. ഇതന്നെ ഇന്ന് കുളിച്ചായിരുന്നോ? രാവിലെ കുളിച്ചോ? അതെന്നെ ഇന്ന് കുളിക്കാഞ്ഞേ? എന്നും കുളിക്കുന്നല്ലേ, എണീറ്റ് കുളിക്ക്. ഇപ്പൊ പനിയും ഒന്നും ഇല്ലല്ലോ. അമ്മമ്മ ഇങ്ങനെ ചിന്തിച്ച്. ഞാൻ ദോശ കഴിച്ചോളാം, പക്ഷെ അമ്മമ്മ കുളിക്കണം. കുളിച്ച് കുറിയൊക്കെ തൊട്ടിരിക്കണം കേട്ടോ. മേലാന്ന് പറഞ്ഞിങ്ങനെ കിടക്കരുത്. പനിയൊന്നുമില്ല, ചുമയില്ല. ഈ ചിന്തിച്ച് മേലാതാവുന്നതല്ലേ കേട്ടോ. സമയമൊന്നും ആയില്ല. എന്തായാലും കുറച്ച് കഴിഞ്ഞ് എന്നും കുളിക്കുന്ന പോലെ അങ്ങ് കുളിച്ചാൽ മതി കേട്ടോ. കുറി പോയിട്ടില്ലല്ലോ. ഇന്നലെ തൊട്ട കുറിയുണ്ട്. എല്ലാരോടും ഞാൻ പറഞ്ഞേക്കാം. പറയാം. ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഒരാള് എല്ലാരും നോക്കിയിരിക്കുക.
കാണണം എന്നൊക്കെ പറഞ്ഞ്. എന്തായാലും നമുക്ക് പറ്റുമെങ്കിൽ അവരെയും കൊണ്ട് വരാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുവാണ്. അതാണ് ഇവിടെ പെയിൻറ്റിങ് കുറേ പരിപാടികളൊക്കെ നടക്കുവാണ്. എല്ലാവർക്കും ബൈ, പോയേക്കുവാണ്. ഓക്കെ, വേരമ്മ ഒരു ബൈ പറഞ്ഞേക്കെ എല്ലാവർക്കും, എൻ്റെ കൂട്ടുകാർക്കൊക്കെ ബൈ. ഓക്കെ, അപ്പോൾ വന്നിട്ട് കാണാം. അമ്മുമ്മ അവിടെ ഭയങ്കര അപ്സെറ്റ്. കുളിച്ചിട്ടില്ലേ ഇന്ന്? എന്നാ പറ്റി? ആണോ? അപ്പോൾ ഞാനിന്ന് ഇവിടുന്ന് കഴിക്കുവാണ്. അതെ, വല്യമ്മയുടെ ആഗ്രഹം അനുസരിച്ച് കഴിക്കുക. ഇന്നിവിടെ ഗോതമ്പ് ദോശയാണ്. അതെ ഞാനവിടെ ഇന്നലെ ഞാൻ ഓട്സാ കഴിച്ചത്. അതെ ശരിയാ. ഇവരിവിടെ ക്ലീനിങ്ങിലും കുക്കിങ്ങിലും ഒക്കെയാണ് മൊത്തത്തിൽ. ഇവിടെ കൺസ്ട്രക്ഷൻ ഞാൻ പറഞ്ഞില്ലായിരുന്നു, പെയിൻറ്റിങ് ആയിരുന്നു. അപ്പോൾ ഇവിടെ നല്ല തിരക്കാണ് ഇന്ന്. ഹലോ, അപ്പോൾ ഞാൻ ഇവിടുന്ന് പിറവത്തേക്ക് പോവാണ്. അപ്പം നമുക്ക് വീട്ടിൽ പോയിട്ട് കാണാം. ഹലോ, അപ്പോൾ ഞാനിവിടെ വീട്ടിലെത്തി. നമ്മൾ ഇവിടെ സാധനങ്ങളെല്ലാം വണ്ടി തന്നെ വെച്ചു. ഇനിയിപ്പം ഇതാണ് ഞങ്ങളുടെ ഏരിയ, വീടിരിക്കുന്ന സ്ഥലത്തെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ. ഇത് നമ്മുടെ നെയ്ബറാണ്, ഓപ്പോസിറ്റ് വീട്ടിലെ. ഇവിടെയാണ് ഒരു 3 കുട്ടികളുണ്ട്. അവരെല്ലാം വൈകിട്ട് ഇവിടെ കളിക്കാൻ വരുന്നത്. നമ്മുടെ വഴി ഇത് താഴെ നമ്മുടെ മെയിൻ റോഡാണ്. നിങ്ങൾ ഈ കാണുന്ന അവിടെ മെയിൻ റോഡാണുള്ളത്. അവിടെ നിന്ന് കയറി വരുമ്പോൾ നേരെ ഇങ്ങോട്ട് കയറുന്ന വീട് നമ്മുടെ വീടാണ്. ഇത് പുറകിലേക്കുള്ള സ്ഥലം. അപ്പോൾ ഞാനങ്ങനെ ഇവിടെ വീട്ടിലെത്തി. ഇനിയിപ്പോൾ എല്ലാ കാര്യങ്ങളും ഒന്ന് ചെയ്ത് തീർക്കണം. അത് കഴിഞ്ഞ് എനിക്കിപ്പോൾ ജോലി ലോഗിൻ ചെയ്യുന്ന സമയമായി. ഇനി നമുക്ക് പിന്നെ കാണാം. ഇത് ഞാൻ അവിടെ നിന്ന് പോന്നു കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞപ്പോൾ NSSൻ്റെ ആൾക്കാർ അമ്മൂമ്മയെ കാണാൻ വന്നതാണ്. ഇത് നമ്മുടെ നാട്ടിലുള്ളവരെല്ലാം തന്നെയാണ്. അമ്മൂമ്മയ്ക്ക് വളരെയധികം അറിയാവുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവരുടെ കൂടെ ഉള്ള ഒരു ചെറിയ വീഡിയോ ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് അതൊന്ന് കണ്ടു നോക്കിക്കോളൂ കേട്ടോ. എനിക്കെന്നും പോയി കാണാൻ പറ്റുമോ? ഞങ്ങള് നമ്മുടെ വനിതാ സമാജമില്ലേ, NSSന്റെ വനിതാ സമാജത്തിന്റെ കെയർ ഓഫീസിലും കൂടിയാ ഇപ്പം വന്നത് കേട്ടോ. അറിയാവോ ഇതൊക്കെ ആരൊക്കെയാന്ന് അറിയാവോ? ഓർക്കുന്നുണ്ടെങ്കിൽ പേരെന്ന് പറഞ്ഞു. ആരെങ്കിലും പേര് പറയാൻ പറ്റുന്നുണ്ടോ? പേര് പറയാൻ പറ്റും. നിർമ്മലല്ല, തുരുത്തേലെ. ഇത് പരുവയ്ക്കലെ വിജയമ്മ ചേച്ചി. ഇത് ഓമനക്കുടിച്ചേന്റെ മകള് സന്ധ്യ. ഇത് ഒട്ടക്കുളത്തിലെ കാത്തയുടെ മകള് ഉഷ. അതറിയാൻ പറ്റേ.
ജോഫിനി എന്നോട് പഠിച്ചത് ഇപ്പം കാണാറില്ല ആരും. ഇത് പെരുമ്പള്ളിലെ അപ്പുച്ചേട്ടന്റെ മകന്റെ ചന്ദ്രന്റെ ഭാര്യ. അറിയാമോ? ഇനി ഞാൻ ഇങ്ങോട്ട് നോക്ക്, എന്റെ മുഖത്ത് നോക്ക്. ഞാന് താത്തയുടെ മകള്, ഇളയ മകള് രമ. പിന്നെ പുളിക്കപ്പറമ്പിലെ കാത്തു ചേച്ചിയുടെ മകള്, ഇളയ മകള് പൊന്നമ്മ ചേച്ചി. ഞാനും ഓമനയോട് ഒന്നിച്ച് പഠിച്ചതല്ലേ? ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാണോ? മായ അറിയാവോ? ചെറിയപ്പടിയിലെ കുമാറിന്റെ ആ ജയശ്രീ അറിയാമല്ലേ? തങ്കമ്മ ചേച്ചിയുടെ മോള്. ആ. വെട്ടിപ്പുറത്തിരിക്കുന്ന ആരാണെന്ന് പറഞ്ഞു. ഇവിടെ ഒരാള് അതാരെ ഇതിനറിയോ? എന്റെ മോളാന്ന് പറ. അതെ, എന്റെ മോള് ഓമന അല്ലേ? അമ്മേ ഇതാരാ? അതാരാന്ന് കൂടെ പറയാ. അതെന്റെ ഓമന. അതും എന്റെ ഓമനെന്നാ പറഞ്ഞത്. ഇങ്ങനെ പറയുന്ന എന്തെങ്കിലും പറഞ്ഞാണെങ്കിൽ ഓമനെ വിളിച്ചു എന്റെ ദൈവമേ. ഓമന ഇപ്പൊ എനിക്ക് വയസ്സായി. എന്റെ ചെറുപ്പത്തിൽ വന്നതല്ലേ. ഞാൻ വന്ന എന്റെ കുശിനേക്ക് വർത്താന ഓമനയോട് പറഞ്ഞുണ്ടോ ചോദിച്ചു. പിതാക്കൾ ഞാൻ ആരും ഒരു വഴക്കം പിടിച്ചിട്ടില്ല. സത്യം. ഇവര് സത്യം ചെയ്യിക്കാൻ വന്നാണോ? രാവിലെ ആറ്റിപ്പോയി കുളിയെല്ലാം കഴിഞ്ഞ് ആ അതൊരു കാലം. അമ്പലത്തിൽ വീട്ടിൽ തൊട്ടേച്ച് പോവുകയില്ല പണ്ടൊക്കെ. രോഹിണി മണിയും കൂടെ എന്നെ കൂട്ടായിരുന്നു. അതെ അതെ അതെ. ഒരുമിച്ചായിരുന്നു, ഭയങ്കര കൂട്ടായിരുന്നു രണ്ടുപേരും കൂടെ. അത് തന്നെ അവരൊക്കെ പിള്ളേരെ ഇരട്ട പിള്ളേരെ നീ പറവല്ലോ. അതെ അതെ ഓർക്കുന്നൊക്കെ അമ്മയുടെ പാട്ടൊക്കെ കേട്ടോന്ന് ചോദിച്ചവരൊക്കെ. ഞങ്ങള് കേട്ടു, കേട്ടു, എല്ലാം കേട്ടു. കീർത്തനങ്ങളൊക്കെ കേട്ടു, 12ന്റെ പട്ടിക ഇടുന്ന കേട്ടു. ഞങ്ങള് കേട്ടു, ഗോപി കേട്ടിരുന്നതൊക്കെ ഞങ്ങള് കണ്ടു. ആ ഇങ്ങോട്ട് നോക്കതേ, ഞങ്ങൾക്കൊരു പാട്ട് പാടി കേൾപ്പിക്കാവോ? ഇപ്പൊ ഒരു പാട്ട് പാടി കേൾപ്പിക്കാവോ ഞങ്ങളെ? ഒരു കീർത്തനം ഏതെങ്കിലും. ആ അഞ്ഞന കുതിര അറിയാം. അൻപോട് മീനായി ആ അറിയാം. ചൊല്ലിക്കോ. അൻപോട് മീനായി വേദങ്ങൾ വീണ്ടൊരു അമ്പുജനാഥനെ കൈതൊഴുന്നൻ. ആമയായി മന്ദിരം താങ്ങി നിന്നിടുന്ന താമര കണ്ണനെ കൈതൊഴുന്നൻ. പിച്ചുവിയെ പണ്ടു പന്നിയായി വീണ്ടിടും ലക്ഷ്മിവരാധനെ കൈതൊഴുന്നൻ. വീടേരും മനുഷ്യ കേസരിയായൊരു കോടക്കാർ വന്നനെ കൈതൊഴുന്നു. ഉത്തമനാകിയ വാമനമൂർത്തിയെ ഭക്തിയോടെപ്പോഴും കൈതൊഴുന്നൻ. പൂക്കോട് ഭൂപതിമാരെ കൊല ചെയ്ത ഭാർഗവ രാമനെ കൈതൊഴുന്നൻ. എത്രയും വീരനായി വാഴും ദശരഥപുത്രനെ സന്തതം കൈതൊഴുന്നൻ. ഏറെ ബലമുള്ള ശ്രീബല ഭദ്രരെ സർവകാലത്തിലും കൈകൊള്ളുന്നു. ഒക്കെ ഒടുക്കുവാൻ നേരിട്ടിറക്കുന്ന കൽവിയെ തന്നെ കൈകൊള്ളുന്നൻ. പോരാതെ ഞാൻ ചെയ്ത പാപങ്ങൾ നീങ്ങുവാൻ നാരായണാവിന്റെ കൈകൊള്ളുന്നൻ. അവഴി നിങ്ങളെ തന്നോട് ചേരുവാൻ ദേവകീ നന്ദനെ കൈകൊള്ളുന്നൻ. അർക്കനമേറും ദുരിതങ്ങൾ പോകുവാൻ ദുഷ്കരലോചന കൈകൊള്ളുന്നൻ. അമ്പാടി കണ്ണിൽ വളരുന്ന പൈതലെ കുമ്പിട്ട് ഞാൻ കൈകൊള്ളുന്നൻ. നാരായണ ഗുരുവായൂർ മരുവിടൻ കാരുണ്യവാരിതേ കൈകൊള്ളുന്നൻ. വണ്ടിയെ അറിയാം.